എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്പീക്ക് ഇംഗ്ലീഷ് സീരീസിലൂടെ കടന്നു വരികയാണ്. ഇന്ന് സ്പീക്ക് ഇംഗ്ലീഷ് സീരീസിൻ്റെ 33-ാമത്തെ ദിവസമാണ്. ഇപ്പോൾ കഴിഞ്ഞ 32 ദിവസങ്ങളിലൂടെ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നീ ടെൻസുകളിലൂടെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പല പേഴ്സൺസിലും പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞതാണെങ്കിലും വീണ്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂവസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂവസ്. അപ്പോൾ എല്ലാ ടെൻസിലും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് സ്ട്രക്ചറാണ്, വേറൊന്ന് മീനിങ് ആണ്. ഓരോ ടെൻസിൻ്റെയും സ്ട്രക്ചറും മീനിങ്ങും മാറുകയാണ്. സ്ട്രക്ചർ എന്താണോ അതനുസരിച്ചാണ് മീനിങ്. ഇപ്പോൾ സ്ട്രക്ചർ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മീനിങ് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ മീനിങ്ങിലൂടെ സ്ട്രക്ചറും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്ട്രക്ചറും മീനിങ്ങും മനസ്സിൽ ഉറപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ സ്ട്രക്ചറിലൂടെയാണ് മീനിങ്ങിലേക്ക് പോകേണ്ടത്, മീനിങ്ങിലൂടെ സ്ട്രക്ചറിലേക്ക് പോകണം. ഇത് രണ്ടും ഉറപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മനസ്സിൽ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടത് നിരന്തരമായ പഠനമാണ്, അല്ലെങ്കിൽ ആവർത്തനമാണ്. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ലിസൺ, വേറൊന്ന് റിപ്പീറ്റ്. ലിസൺ, റിപ്പീറ്റ്. ശ്രദ്ധിക്കുക, ആവർത്തിക്കുക, ശ്രദ്ധിക്കുക, ആവർത്തിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇവിടെ ഒരു വെർബ് സ്വീകരിക്കുന്നത് സ്റ്റഡി എന്ന വെർബാണ്. അപ്പോൾ സ്റ്റഡി എന്ന വെർബിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒറ്റ വെർബാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, സ്റ്റഡി മാത്രമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ വെൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ വന്നിരുന്നതെങ്കിൽ വെന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വാട്ടാണ്. ഇപ്പോൾ വാട്ട് എന്ന വാക്ക് വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു സ്റ്റഡി every day? I study spoken English every day. What do you study every day ആണ് ആദ്യത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം I study spoken English every day. ഇവിടെ ക്വസ്റ്റ്യനിൽ യു വരുന്നു, ആൻസറിൽ ഐ വരുന്നു. അപ്പോൾ ഐ എന്ന പേഴ്സൺ, ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിച്ചുള്ള ആൻസറാണെല്ലാം. യു എന്നുള്ളതാണ് ചോദ്യത്തിൽ വരുന്നത്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഡു യു സ്റ്റഡി എവരി ഡേ? ഐ സ്റ്റഡി സ്പോക്കൺ ഇംഗ്ലീഷ് എവരി ഡേ. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ചോദ്യവും ഉത്തരവും. അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രക്ചർ, എന്താണ് മീനിങ്? സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബാണ്, അല്ലെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് എസ് ഫോം ഓഫ് ദി വെർബാണ്. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വെർബ് അല്ലെങ്കിൽ എസ് ഫോം ഓഫ് ദി വെർബാണ് ഇവിടെ സ്ട്രക്ചർ. ഇതിൻ്റെ മീനിങ് എവരി ഡേ ആക്ഷനെ കുറിച്ച് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ഇനി ഇതിൽ നിന്ന് അടുത്ത ടെൻസിലേക്ക് പോവുകയാണ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരുമ്പോൾ വീണ്ടും സ്ട്രക്ചറും മീനിങ്ങും മാറുകയാണ്. എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അപ്പോൾ ഈസ്, ആം, ആർ എന്ന് പറയുന്ന ആക്സിലറി വെർബ് ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് സ്ട്രക്ചർ. പിന്നെ മീനിങ്, ദി ആക്ഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദി ടൈം ഓഫ് സ്പീക്കിംഗ്. ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, സംസാരിക്കുമ്പോൾ ആക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ചോദ്യം എന്താണ്? വാട്ട് ആർ യു സ്റ്റഡിയിങ് നൗ? അതാണ് ചോദ്യം. ആൻസർ, ഐ ആം സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് നൗ. നേരത്തെ ആദ്യം പറഞ്ഞത് എവരിഡേ ആണ്, ഇപ്പോൾ പറഞ്ഞത് നൗ ആണ്. അതാണ് വ്യത്യാസം. ഇനി അടുത്ത ടെൻസിലേക്ക് പോവുകയാണ്. അടുത്ത ടെൻസാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇവിടെയും സബ്ജക്റ്റും ഇവിടെയും സ്ട്രക്ചറും മീനിങ്ങും മനസ്സിലാക്കുക. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ.
അതാണ് സ്ട്രക്ചർ. മീനിങ് ദ ആക്ഷൻ ഈസ് ഓവർ ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ദ ആക്ഷൻ ഈസ് പെർഫെക്റ്റ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ദ ആക്ഷൻ ഈസ് കംപ്ലീറ്റ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. The action is completed in the immediate past and time is not specified. അതാണ് ഈ ടെൻസിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ, വാട്ട് ഹാവ് യു സ്റ്റഡീഡ്? ആൻസർ, ഐ ഹാവ് സ്റ്റഡീഡ് സ്പോക്കൺ ഇംഗ്ലീഷ്. അതാണ് ആൻസർ. ഇനി അടുത്ത ടെൻസിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെയും നമ്മൾ സബ്ജക്റ്റും മീനിങ്ങും പറഞ്ഞു. ഇതാണ് സബ്ജക്റ്റ്, അല്ല എന്താണ് സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതാണ് സ്ട്രക്ചർ. മീനിങ് ദ ആക്ഷൻ ഈസ് ഓവർ ഇൻ ദി ഇമ്മീഡിയറ്റ് പാസ്റ്റ്, ആക്ഷൻ ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ പൂർണ്ണമായും കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോകുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് have or has plus been plus ing form of the verb. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. മീനിങ് ദ ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് ഇൻ ദ പ്രസൻറ്റ്. പാസ്റ്റിൽ തുടങ്ങി പ്രസൻറ്റിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ചോദ്യം, വാട്ട് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് ഫോർ 1 hour? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ 1 hour. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ 1 hour. ഇവിടെ നമ്മൾ പീരിയഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. ഇനി അടുത്ത സെയിം ചോദ്യമാണ്, വാട്ട് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് സിൻസ് 7 o'clock? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് സിൻസ് 7 o'clock. അപ്പോൾ ഇവിടെ നമ്മൾ 2 ചോദ്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, വാട്ട് ഹാവ് യു ബീൻ സ്റ്റഡിയിങ് ഫോർ 1 hour? ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ 1 hour. What have you been studying since 7 o'clock? I have been studying English since 7 o'clock. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ 4 ടെൻസുകളും പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തേത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ വാട്ട് ഡു യു സ്റ്റഡി എവറി ഡേ? ഐ സ്റ്റഡി സ്പോക്കൺ ഇംഗ്ലീഷ് എവറി ഡേ. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ what are you studying now? I am studying spoken English now. What have you studied? I have studied spoken English. What have you been studying for 1 hour? I have been studying spoken English for 1 hour. അടുത്ത ചോദ്യം, what have you been studying since 7 o'clock? I have been studying spoken English since 7 o'clock. ഇപ്പം നമ്മൾ കൈകാര്യം ചെയ്തത് പറഞ്ഞത് പ്രസൻറ്റ് ടെൻസിലെ 4 ടെൻസുകളാണ്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സ്ട്രക്ചർ, മീനിങ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. ഇത് നമ്മുടെ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസ് 33 ഇത് ഈ 33 വീഡിയോസ് നമുക്കിപ്പോഴുണ്ട്. ഈ 33 വീഡിയോസ് ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്യുക. ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും ആവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ വാക്കുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളോട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കുന്ന ദൈവത്തിനും ഗുരുവിനും നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്ന് നമ്മൾ സ്പീക്ക് ഇംഗ്ലീഷ് സീരീസ് 33 എത്തിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.